ദേശീയപാതയിലെ കല്ലടിക്കോട് തുപ്പനാട് പുതിയ പാലം പ്രദേശത്ത് വാഹനാപകടങ്ങൾ പതിവാകുന്നു. വളവും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതുമാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പാലക്കാട് ഭാഗത്തു നിന്നും വരുമ്പോൾ പാലം കടന്നതും ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തമ്മിൽ കാണാത്ത വളവാണ് അപകടക്കണിയൊരുക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും റോഡിലൊട്ടും വെളിച്ചമില്ലാത്തത് വാഹനമോടിക്കുന്നവരിലും വഴിയാത്രക്കാരിലും വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ അപകടങ്ങളിലേറെയും രാത്രിയാണ് നടന്നത്. വലിയ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിഞ്ഞതടക്കം 17ലേറെ അപകടങ്ങൾ ഇവിടെ മാത്രം ഉണ്ടായിട്ടുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകളും തെരുവ് വിളക്കുകളും ഉടൻ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? അതിൽ തുപ്പനാട് പാലം ഒരു വണ്ടിൻ്റെ ലൈറ്റ് അയക്കുമ്പോഴാണ് അതാ ഇപ്പോൾ കാണുന്നുണ്ടോ? തുപ്പനാട് പാലം മനസ്സിലായില്ലേ? വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ അവസ്ഥയാണത്. വാഹനങ്ങളും കാര്യങ്ങളും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥയാണത്. അല്ലല്ലേ? ഒരു ഹൈവേ റോഡായിട്ട് ഈ ഭാഗത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ വാഹനങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ദൂരത്തുനിന്ന് വരുന്ന വാഹനത്തിൻ്റെ ഒരു ലൈറ്റ് ഇല്ലാതെ വേറൊരു സംവിധാനം ഇവിടെ ഇല്ല. ഇത് വാട്ടർ അതോറിറ്റിൻ്റെ പമ്പ് ഹൗസാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടോയെന്നുള്ള അറിയില്ല. ഓൾറെഡി ഇവിടെ 3 ഫേസ് ലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. അതും ഇരുട്ടിലാണ് കിടക്കുന്നത്. ഇപ്പം അറിയാം നിങ്ങൾക്ക് അവിടുത്തെ ഈ ഒരു ഭീകരമായിട്ടൊരു അന്തരീക്ഷം എന്താണ് ഏതാണെന്നുള്ളത്. കണ്ടില്ലേ? ഒരു പമ്പ് ഹൗസ് കണ്ടു കേട്ടോ. 3 ഫേസിൻ്റെ ലൈനും സെപ്പറേറ്റ് ട്രാൻസ്ഫോമറും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഞാൻ ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ക്ലിയർ അല്ല. ഇതാ പമ്പ് ഹൗസാണ് കേട്ടോ.